കേരളത്തിലെ CPM-ൽ മുഖ്യമന്ത്രിയാകാൻ ഇനി സാധ്യതയുള്ളവരെ വെച്ചുകൊണ്ട് ഒരു വാർത്ത ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്കാകുന്നില്ല എന്നുള്ളത് ലജ്ജ തോന്നിക്കുന്നു. അതിനുള്ള ആംബിയർ അവർക്കില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാപ്രകൾ എന്ന് വിളിച്ച് ജനങ്ങൾ പരിഹസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ലജ്ജ മാത്രമല്ല, സങ്കടവും തോന്നുന്ന ഒരു കാര്യമാണത്. കാരണം മാതൃഭൂമി, മനോരമ തുടങ്ങിയ മലയാള മാധ്യമങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ പോലും സ്വാധീനിപ്പിച്ച പാരമ്പര്യമുള്ളപ്പോൾ ഇന്നീ കാണുന്ന ചാനൽ റേറ്റിംഗ് കൂട്ടാൻ മാധ്യമ വ്യഭിചാരം നടത്തേണ്ടി വരുന്നത് അങ്ങേയറ്റം കഷ്ടം തന്നെയാണ്. 2021 വീണ്ടും അധികാരത്തിൽ വരാൻ പിണറായി വിജയൻ മാധ്യമങ്ങളെയാണ് ഉപയോഗിച്ചത് എന്നും കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ അതിനുവേണ്ടി മാധ്യമങ്ങൾക്ക് നൽകി എന്നുമായിരുന്നു അന്ന് പുറത്തു വന്ന ചില വാർത്തകൾ. എന്നാൽ ഇന്ന് തെരഞ്ഞെടുപ്പിന് എത്രയോ മുൻപേ തന്നെ കോൺഗ്രസിനെ തകർക്കാൻ ചില മാധ്യമങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. അതിൻ്റെ ആദ്യ പടിയാണ് മുഖ്യമന്ത്രി പദത്തിൽ പിടിച്ച് തൂങ്ങിയത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി മോഹികൾ എന്ന പേരിൽ കുറെ ആളുകളുടെ പേരുകളും അതിലേക്ക് ശശി തരൂർ MP-യുടെ പ്രസ്താവനയും ഒക്കെ ചേർത്ത് വെച്ച് കോൺഗ്രസിനെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ കാണിച്ച മിടുക്ക് മാധ്യമങ്ങൾ കേരളം ലഹരിയിൽ മുങ്ങിയതിലും കൊലപാതക പരമ്പരകളിലും കാണുന്നില്ല എന്നുള്ളത് മാധ്യമങ്ങളുടെ മുഖത്തു നോക്കി കേരള ജനത ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് തന്നെ അവർക്ക് വലിയ ക്ഷീണമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനിടയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരള നേതാക്കളെ വിളിച്ച് യോഗം നടത്തിയതും ആർക്കും മുഖ്യമന്ത്രിയാകാൻ താല്പര്യമില്ല എന്ന് എല്ലാവരും അറിയിച്ചതും കോൺഗ്രസിന്റെ വലിയ വിജയമായി യോഗം മാറിയതുമൊക്കെ നമ്മൾ കണ്ടത്. ഇനി മുതൽ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണെന്നും ആരും മുഖ്യമന്ത്രിക്ക് വേണ്ടിയല്ല വിജയിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടതെന്നും വ്യക്തമാക്കി വളരെ സന്തോഷത്തിൽ ആ യോഗം പിരിഞ്ഞത് പലർക്കും കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തിയത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരുടെ പേരിൽ ഇനിയൊരു കള്ളവാർത്ത നൽകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇവർക്ക്. ഇന്നലെ അവസാനം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വരെ മുഖ്യമന്ത്രി പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയത് നമ്മൾ കണ്ടു. എന്നാൽ ഇതേ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് CPM നേതാക്കളിലേക്ക് ഇവർ എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് സ്വയം പരിശോധിക്കണം. കോൺഗ്രസിനേക്കാളും വലിയ നിർണായക ഘട്ടത്തിൽ നിൽക്കുകയാണ് CPM. സംസ്ഥാന സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിക്കുന്നത് വേണ്ട. അതിനു പകരം ആരാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇനി ആകുന്നത് എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ഒരു ആംബിയർ ഈ ചാനലുകൾക്കുണ്ടോ? ഇല്ല. കാരണം തോമസ് ഐസക്കും AK ബാലനും എല്ലാം കാത്തിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിക്ക് വേണ്ടി ഈ ഗോവിന്ദനെ മാറ്റുമോ, മറ്റു പേരുകൾ ആരൊക്കെയാകാമെന്ന് ചോദിക്കാൻ പോലുമുള്ള ആംബിയർ ഈ മാധ്യമങ്ങൾക്കില്ല. പ്രായാധിക്യമുണ്ടല്ലോ സാറേ, ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് പിണറായി വിജയനോടും ചോദിക്കാമല്ലോ. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ മുഖ്യമന്ത്രിയെ തിരയുന്ന ഈ മാപ്രകൾ നിലവിലെ മുഖ്യമന്ത്രി മാറുമോ എന്ന് വരെ ചോദിക്കാനുള്ള ഒരു ആംബിയർ ഇല്ലാതായി പോയത് വളരെ കഷ്ടമെന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസിനെ തകർക്കാൻ പിന്നിൽ നിന്ന് കുത്താൻ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും മാപ്രകൾ ഇനിയും കാണും. എന്നാൽ അന്തസ്സുള്ളവർ ഇനി ആ പണിക്ക് നിൽക്കില്ല എന്നുള്ളത് ഊഹിക്കാം.